ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ. അമ്പമ്പോ, രാമലീലയുടെ സെക്കൻഡ് ടീസർ ഇറങ്ങിട്ടോ. ടീസറിൽ 2 ഡയലോഗുള്ളൂ, 2 പേരെ കാണിക്കുന്നുള്ളൂ, മുകേഷ് ഏട്ടനെയും ദിലീപ് ഏട്ടനെയും. ആദ്യം മുകേഷ് ഏട്ടൻ്റെ ഒരു ഡയലോഗുണ്ട്, തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാകണമെന്ന്. അത് കഴിഞ്ഞ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം വരുന്നുണ്ട്, സംഭവാമി യുഗേ യുഗേ. അത് കഴിഞ്ഞ് ദിലീപ് ഏട്ടൻ്റെ ഡയലോഗുണ്ട്, പ്രതി ഞാനാവണം എന്നൊരു തീരുമാനമുള്ള പോലെ. പിന്നെ ദിലീപ് ഏട്ടൻ്റെ കണ്ണീന്ന് ഒരു കണ്ണീരും വരുന്നുണ്ട്. സൈക്കോളജിക്കൽ മൂവ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തോ ഒരു കാര്യമായിട്ട് ഈ ടീച്ചറിന് എന്തോ ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയോ എന്തൊക്കെയോ തോന്നുന്നു, എന്തൊക്കെയോ കൊള്ളിച്ച് പറയുന്നത് പോലെ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കലക്കിട്ടാ. ദിലീപ് ഏട്ടൻ്റെ അഭിനയം കൊള്ളാം. കറക്റ്റ് സമയത്ത് കറക്റ്റ് ടീച്ചർ, കറക്റ്റ് ഡയലോഗും കറക്റ്റ് ബാക്ക്ഗ്രൗണ്ടും. സംഭവാമി യുഗേ യുഗേ. നമ്മുടെ ഈ നടിയുടെ വിഷയത്തിൽ ദിലീപ് ഏട്ടൻ ഇന്നസെൻ്റാന്ന് പറയുന്നവർക്ക് ഇതൊരു മരണമാസ് ടീച്ചറായിരിക്കാം, അല്ലാത്തവർക്ക് പുച്ഛവേ തോന്നത്തുള്ളൂ. എന്തായാലും സംഭവം കൊള്ളാം. ഈ ചിത്രത്തിൻ്റെ ഡബ്ബിങ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ദിലീപ് ഏട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഇതിൻ്റെ ഡബ്ബിങ് പൂർത്തിയാക്കാനും ചിത്രം റിലീസ് ചെയ്യാനും. അങ്ങനെ ഒരു പ്രതിസന്ധിയും കൂടി ചിത്രത്തിനുണ്ട്. എന്തായാലും അണിയറ പ്രവർത്തകരുടെ സൈക്കോളജിക്കൽ മൂവ് കൊള്ളാം, ടീസറും കൊള്ളാം. രാമലീല എത്രയും പെട്ടെന്ന് റിലീസാകട്ടെ. ദിലീപ് ഏട്ടൻ ഇന്നസെൻ്റ് ആണെങ്കിൽ ദിലീപ് ഏട്ടനും റിലീസാകട്ടെ. അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.